ഹായ് എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബൺ ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ മുടി കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെയർ കട്ട് ചെയ്തവർക്കും നല്ല നീളമുള്ള പക്ഷേ ഉള്ളില്ലാത്ത മുടിയുള്ളവർക്കും ഒക്കെ നല്ല വോളിയം തോന്നിക്കുന്ന രീതിയിൽ ബൺ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് വാവ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവളെ ഉറക്കുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുക, മുടി നല്ലപോലെ ചീകി ഒച്ചടയൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. നമ്മൾ സാധാരണ ട്വിസ്റ്റ് ചെയ്യാനും പിന്നാനും ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് മുടി എടുക്കത്തില്ലേ, അതേപോലെ തന്നെ കുറച്ച് മുടി എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പിന്നെ തുടങ്ങുകയാണ്. അപ്പം ഞാൻ എപ്പോഴും സൈഡിലാണ് വകുപ്പ് എടുക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് മുടി എടുത്തിട്ട് അവിടെ നിന്ന് പിന്നി തുടങ്ങി. അതിന് ശേഷം നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് നിന്നും മുടി പുറകിലോട്ടിട്ട് നമ്മളങ്ങനെ ട്വിസ്റ്റ് ചെയ്യാറില്ലേ മുടിയൊക്കെ, അതേപോലെ തന്നെ ഇവിടെ പിന്നിയെടുക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട്, അതായത് നെറ്റിയുടെ ഭാഗത്ത് നിന്ന് ആ പിന്നലിനോട് ചേർത്ത് അടുത്ത പിന്നൽ പിന്നുമ്പോൾ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് എടുക്കുക. അങ്ങനെ നമ്മൾ ചീവി ഒരു ഇത്ര പോർഷൻ മുടി അതിനെടുക്കാവൂ. അങ്ങനെ ചെവി വരെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് പിന്നി പോവുക. ചെവി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി എടുക്കണ്ട, ആ പിന്നുന്നതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം പറയാം. ഇതിനകത്ത് എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്തൊരു ഓവർ മേക്കപ്പാണ്, ചെള്ളയൊക്കെ ചുമന്നിരിക്കുന്നു, കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു, എന്തൊരു മേക്കപ്പാണ് എന്നൊന്നും ആരും വിചാരിക്കരുത്. ഞങ്ങൾ വേറൊരു സ്കിറ്റിൻ്റെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഓവർ മേക്കപ്പ് വേണം. അപ്പോൾ ഇതൊരു ക്ലൂഡാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സ്കിറ്റ് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് പറയണം കേട്ടോ. അതിനുള്ള ഒരു ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയതേ ഉള്ളൂ, അത് ഉടനെ റിലീസ് ചെയ്യും. കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് സമയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് കളയാഞ്ഞത്. അതിന് ശേഷം മറ്റേ സൈഡിലുള്ള മുടി എടുത്തിട്ട് നമ്മളിങ്ങനെ മേളിൽ നിന്ന് താഴോട്ട്, അതായത് ബാക്ക് കോംബ് ചെയ്യാന്ന് പറയും. അതെന്തിനാന്ന് ചോദിച്ചാൽ മുടിക്ക് നല്ല വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലൊക്കെ നല്ലപോലെ തിങ്ങി നിറഞ്ഞ് കണ്ടോ, എൻ്റെ മുടിയൊക്കെ നല്ല തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കണ്ടോ, അതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹെയർ സ്റ്റൈൽ അവിടെ അങ്ങനെ നമ്മൾ ബാക്ക് കോംബ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ എല്ലാ മുടിയും കൂടെ ചേർത്തിട്ട് പോണിറ്റെയിൽ പോലെ നമ്മൾ പുറകിൽ കെട്ടാൻ പോവുക. അപ്പോൾ അവനവൻ തന്നെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മുടിയൊക്കെ സൈഡിലൊക്കെ വിട്ടുപോയി നിൽക്കിയിരിക്കും. അത് സാരമില്ല, വേറെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മേക്കപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ മേക്കപ്പ് ഒരു സ്കിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പറയരുത് എനിക്ക് അങ്ങനല്ല, ഞാനൊരു വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. കാരണം കുഞ്ഞ് എഴുന്നേക്കും, അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കൂടി. അതങ്ങ് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളേ. അതിനുശേഷം നല്ലൊരു വട എടുക്കുക. വട എന്ന് പറയുമ്പോൾ വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. ഞാൻ വാങ്ങിയത് അനിയൻ്റെ പുടവ കൊടുക്കലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അതിച്ചിരി വലുതാണ്. അപ്പം വലിയൊരു വടയാകുമ്പോൾ നല്ല ഇച്ചിരി കൂടെ വോളിയം തോന്നുന്നുള്ളൂ. അതിനുശേഷം കുറേ യൂപ്പിൻ എടുത്ത് കുത്തുക. പിന്നെ അന്ന് കുത്തി ഒരു യൂപ്പിൻ ആ വടയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത് അങ്ങനെ ഒരെണ്ണം പൊങ്ങി ഇരിപ്പുള്ള കാര്യം. പറഞ്ഞില്ല, ഞാൻ കണ്ണാടിയൊന്നും വെച്ചിട്ടല്ല ഒരുങ്ങിയത്, അതുകൊണ്ട് അത് ശ്രദ്ധപ്പെട്ടില്ല, ക്ഷമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള നമ്മുടെ താഴോട്ട് കിടക്കുന്ന ആ മുടിയുണ്ടല്ലോ, ആദ്യം നല്ലപോലെ വട ഫിക്സ് ചെയ്യുക തലയിൽ. അതിനുശേഷം ബാക്കിയുള്ള മുടി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. അതായത് ആ വട കാണാത്ത പരുവത്തിന് മുടിയൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഈ സമയത്താണ് എൻ്റെ ആ യൂപ്പിൻ എൻ്റെ കൈ പെട്ടത്. ഞാൻ പിന്നെ അത് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മുടിയൊന്ന് ആ വടയെ കവർ ചെയ്തതിന് ശേഷം റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തലയിൽ നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ കെട്ടിക്കൊടുത്തെങ്കിൽ മാത്രം അത് അതുപോലെ ക്ലിയർ ആയിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ചെറിയ വടയാണെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇത്രയും വലിയ വടയാകുമ്പം ഈ റബ്ബർ ബാൻഡ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അത് അല്ലെങ്കിൽ നമ്മൾ കണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണാതോടെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. എന്നാലും ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാവും. നിങ്ങൾക്കപ്പോൾ ഏതാണോ കംഫർട്ടബിൾ അത് ആ സൈസിലുള്ള വട വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലപോലെ ഈ ബാക്കി വരുന്ന മുടി എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റിച്ച് തലമുടിയുടെ ചുറ്റിച്ച് ഈ കട്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് ഉറക്കത്തിൽ നിന്ന് തെളിയുമ്പോൾ ഒന്ന് ആട്ടാൻ പോകുന്നതാണ്. ഈ മുടി എടുത്ത് ഇങ്ങനെ ചുറ്റിച്ച് വരിക. അതിനുശേഷം ഇതിൻ്റെ മണ്ടയിൽ കൂടെ മറ്റേ പിന്നലുണ്ടല്ലോ, അത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ, അതായത് മേളിൽ കൂടെ ചുറ്റിച്ച് കൊണ്ടുവരിക. മുടിക്ക് നീളമില്ലാത്തതുകൊണ്ട് മേളിൽ കൂടെ ചുറ്റിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അവിടെ ഒരു സ്ലൈഡ് കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു
ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭംഗിയുള്ള സാധനം കൂടി ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമല്ലേ? നോക്കിയേ, ഫ്രണ്ടിലാണേലും ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങി മുടിയിരിക്കും. നമുക്ക് ഈ മുടി അഴിച്ചിട്ടെന്നുള്ള ഒരു ക്ഷീണവും ഇല്ല. പുറകിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് എന്തോ മുടിയാണെന്ന് നാട്ടുകാർ പറയുന്ന രീതിയിലുള്ള മുടിയും കിട്ടും. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ മുല്ലപ്പൂവും കൂടി ഇടുവാണെങ്കിൽ സംഭവം വേറെ ലെവലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സൈഡിലോട്ട് നമുക്ക് കുറച്ച് മുടി എടുത്തിട്ട് എന്ത് ചെയ്യാം, കേൾ ചെയ്തിട്ട് ഇടാനൊക്കെ പറ്റും. ഇപ്പോൾ കണ്ടോ, എനിക്ക് എന്തോരം തിക്ക് മുടിയാണെന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. അതിന് മെയിൻ കാരണം ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ആ പിന്നലും ഇപ്പുറത്തെ സൈഡിലുള്ള ബാക്ക് കോമ്പും, അത് കാരണമാണ് എനിക്ക് അത്രയും തോന്നിയത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അവിടെയൊക്കെ ക്ലിപ്പ് കുത്തുക, അതായത് നല്ല ഈർക്കിളി സ്ലൈഡില്ലേ, അത് കുത്തിയിട്ട് നമുക്ക് അവിടെ സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലെടുത്ത പിന്നലിന് കുഞ്ഞു കുഞ്ഞു മുത്തൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് മുല്ലപ്പൂ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കാം. ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബൺ ഹെയർ സ്റ്റൈൽ ഭയങ്കര പാടാന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. എന്നോട് തന്നെ അന്ന് ഒത്തിരി പേര്, അനിയൻ്റെ പുടവ കൊടുക്കലിന് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയത്. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ബ്യൂട്ടീഷ്യനെ വെച്ചിട്ടാണോ ഒരുങ്ങിയതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതൊന്നും വേണ്ട, ഒരു ബ്യൂട്ടീഷ്യൻ്റെ സഹായം വേണ്ട. അതാണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയായിരിക്കും.